കർത്താവിന് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കാലം ദൈവസൻ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇന്ന് ഒരു സഹോദരി കടന്നു വരാമെന്ന് പറഞ്ഞു. വഴി തെറ്റിപ്പോയതാണോ എന്നെനിക്കറിയത്തില്ല. ഏതായാലും പിന്നീട് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ജെസിസോയുടെ റോബർട്ട് സഹോദരൻ്റെ മകളാണ്. ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ആരാനിക്ക് ഇവിടെ വരും. ഞാൻ സ്ഥലം പറഞ്ഞു, അത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. മകളുടെ അമ്മയാണ് എന്നെ വിളിച്ചത്. കർത്താവിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ആയ ദാവീദ് പറയുകയാണ്. ഇവിടെ അതിൻ്റെ മുഖവരയിൽ കാണുന്ന സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളിലൂടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീത വാക്യങ്ങളെ യഹോവയ്ക്ക് പാടി എന്നാണ്. ഹല്ലേലൂയ. ദൈവം വിടുവിച്ചു. ദൈവത്തിൻ്റെ വിടുതൽ ഓർത്ത് ദൈവത്തിൻ്റെ ദാസൻ യഹോവയ്ക്ക് പാട്ട് പാടി. നമ്മളെ ദൈവം വലിയ പദ്ധതികൾക്ക് വേണ്ടി ആ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കേവലം എന്തെങ്കിലും ഒരു ചെറിയ പദ്ധതിക്ക് വേണ്ടിയല്ല. അല്ലെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കെ ദാവീദ് തന്നെ വിടുവിച്ചപ്പോൾ ദാവീദ് ആദ്യം പറയുന്ന വാക്കെന്താ? എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? ഒരു ശിശു തൻ്റെ മാതാപിതാക്കളെയാ, തൻ്റെ അമ്മയും അപ്പനെയാ. മറ്റാരെങ്കിലും എടുക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ എന്തു ചെയ്യും? തൻ്റെ മാതാവിൻ്റെ അടുക്കലോ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ആയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. ബൈബിളിൽ പറയുന്ന പല സ്നേഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമുണ്ട്, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹമുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമുണ്ട്. അല്പാൽപ്പമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്നേഹങ്ങളാണ്. നമ്മൾ നമ്മുടെ സ്നേഹിതന്മാരുമായിട്ടുള്ള സ്നേഹമുണ്ട്. അത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പോലെയുള്ള സ്നേഹമല്ല, സ്നേഹിതന്മാരോടുള്ള സ്നേഹം. അതിനും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന അത് ഈ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ജഡത്തിൻ്റെ സ്നേഹങ്ങളുണ്ട്. ജഡിക സ്നേഹങ്ങളൊക്കെ നമുക്കറിയാം, വഴി വക്കിൽ നിന്നുകൊണ്ട് അവരുടെ സ്നേഹപ്രകടനങ്ങൾ നടത്തുവാൻ അവർ ലജ്ജിക്കുന്നില്ല. എന്തെങ്കിലും അതിനൊരു കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തകർന്നു പോകുന്ന സ്നേഹം, എല്ലാ സ്നേഹങ്ങളും തകർന്നു പോകും. ബൈബിളിൽ ആ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് തിരിഞ്ഞും മറിഞ്ഞു പോകുന്ന സ്നേഹത്തെക്കുറിച്ചല്ല. ബൈബിൾ പറയുന്ന അഗപ്പെ സ്നേഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒന്നാമതായിട്ടുള്ള സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം ഒന്ന് വായിച്ചേ. 12:29. മർക്കോസ് 12:29. ആ ആ ആ ആ ആ ആ അവിടെ ഒരു സ്നേഹം കാണുന്നില്ലേ? എന്ത് സ്നേഹമാ? ദൈവത്തെ ഒന്നാമത് എങ്ങനെയാ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോട്, പിന്നെ പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് ദൈവത്തെ സ്നേഹിക്കണം. ഈ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. അതിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നത് എന്തുവാ? ഇസ്രായേലിനെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവം തന്നെ, യഹോവ ഏകനാണ്. നമുക്ക് ആവർത്തനം 6:4 കടയോട് ചേർന്ന് വായിക്കാം. അതാണ് ഏറ്റവും വലിയ സ്നേഹം. ഒരു മനുഷ്യന് ഇസ്രായേലിനെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അവിടെ 3 കാര്യമേ പറയുന്നുള്ളൂ ഇല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ എത്ര പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ? 4 കാര്യങ്ങൾ. അതേതാ കൂടിയിരിക്കുന്നത്? ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നു. അപ്പോൾ നമുക്ക് സ്വയമായിട്ട് നമുക്ക് പല ജഡത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആത്മാവിൽ വേണം ആരാധിക്കാനായിട്ട്. നമ്മുടെ ആത്മാവിൽ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും. ഇനി താഴോട്ടൊന്ന് വായിച്ചേ. ആവർത്തനം 4 തന്നെ താഴോട്ട് വായിക്കുക. ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇത് വേണം നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ. നിൽക്കണേ. ഏതാ ഉപദേശിച്ചു കൊടുക്കേണ്ടത്? ദൈവം ഏകനാണ്. ദൈവം ത്രിയേകനല്ല, ദൈവം ഏകൻ എന്നുള്ള കാര്യം നിന്റെ മക്കൾക്ക്. ഇന്ന് നമുക്കറിയാം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ മുഴുവൻ ദൈവം ത്രിയേകനാണെന്ന് പഠിപ്പിക്കുക. മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തുവാ? ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുക. പക്ഷേ പഠിപ്പിക്കേണ്ടത് എന്താ? നിന്റെ ഹൃദയത്തിലിരിക്കുന്ന വചനം ഏതാ? ദൈവം ഏകൻ എന്നുള്ള വചനം. ആ വചനം നിന്റെ ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോൾ എന്താ അവിടെ പലരും നമ്മൾ കാണും അല്ലേ? നമുക്ക് പറയാനുള്ളത് എന്തുവാ? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. വഴി നടക്കുമ്പോഴും പിന്നെ കിടക്കുമ്പോഴും എന്ന് പറഞ്ഞു കൊടുക്കുക. സർവശക്തനായ ഏകദൈവമേ, ദൈവത്തിൽ ആശ്രയിച്ച് കിടക്കുക. ഏകദൈവത്തിൽ 3 പേരിലൊന്നും ആശ്രയിക്കണ്ട. ആശ്രയിക്കേണ്ട ഒരുവനെ ആശ്രയിച്ചാൽ മതി. പിന്നെ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് എന്താ പറയാനുള്ളത്? ഏകനായ ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ട് വേണം എഴുന്നേക്കാൻ. അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കണം. നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങൾ തൻ്റെ നെറ്റിയിൽ എന്താ പട്ടം അല്ലേ? എന്താ അത്? യഹോവ ഏകൻ. ഇസ്രായേലികൾക്ക് യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്നുള്ള അത് തന്നെ യേശു ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. അത് ഏറ്റവും വലിയ സ്നേഹം, ഉദാത്തമായ സ്നേഹം എന്ന് പറയുന്നത് ഏകനുള്ള സ്നേഹമാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവന് ഈ അകപ്പ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയൂ. ഈ അകപ്പ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയൂ. ഈ അകപ്പ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മരുമക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഈ അകപ്പ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്നുള്ള വ്യത്യാസമില്ലാതെ അവരെ സ്നേഹിക്കാൻ കഴിയൂ. അപ്പൊ എന്താ നമ്മുടെ ജീവിതത്തിലെ കുറവെന്താണെന്ന് മനസ്സിലാക്കണം. എവിടെയാണ് നീ വീണ് പോയിരിക്കുന്നത്? എവിടെയാണ് നിനക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് നിന്റെ പരാജയം എന്ന് കണ്ടുണരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അകപ്പേ നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ വലിയ അപകടം ചെയ്യും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ ഈ അകപ്പേ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താ? ഈ മനുഷ്യന്റെ സ്നേഹമല്ല എങ്ങനെയുള്ള സ്നേഹമാ? സ്വാർത്ഥതയുള്ള സ്നേഹമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാത്രമേ വീട്ടിലുള്ളൂ. നമ്മുടെ കുഞ്ഞ് അയൽവക്കത്തെ കുട്ടി തമ്മിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ രണ്ടുപേരും കാല് തെറ്റി താഴെ കുഴിയിലേക്ക് അങ്ങ് വീണു. കുഴിയിലേക്ക് വീണ് കിടക്കുക. നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്നാൽ ആദ്യം ഏത് കുഞ്ഞിനെ എടുക്കും? നിങ്ങൾ ആരായി എടുക്കുന്നത്? ആദ്യം നിങ്ങൾ ആരുമില്ല, അവിടെ പരിസരങ്ങളിൽ ആരുമില്ല, അയൽവക്കക്കാരനുമില്ല, അയൽവക്കാരുമില്ല. ഈ കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞും പോയി, ഈ 2 കുട്ടികളും വീണു. ആദ്യം ഏത് കുഞ്ഞിനെ എടുക്കുള്ളൂ? ഇല്ലേ? ആദ്യം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എന്ത് പറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞിനെ എടുക്കുകയുള്ളൂ. കാരണം നമ്മുടെ സ്നേഹമെല്ലാം എന്താ? സ്വാർത്ഥതയുണ്ട്. നമ്മുടെ സ്നേഹത്തിലെല്ലാം എവിടെങ്കിലും അല്പമെങ്കിലും ഒരു സ്വാർത്ഥതയുണ്ട്. അതൊക്കെ നമുക്ക് കാണാം, കുടുംബജീവിതത്തിലും കാണാം അല്ലേ? കുടുംബജീവിതത്തിലും സ്വാർത്ഥതയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? കാൽവരി ക്രൂശിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ ദ്രോഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ബൈബിൾ പറയുന്നത് സ്നേഹിക്കണമെന്നാ. നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? റോമർ
5:8 വായിച്ചേ. ആ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കൽ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ ദ്രോഹികളായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക്, ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവസ്നേഹം പ്രദർശിപ്പിച്ച ഒരു സ്ഥലം കാൽവറിയുടെ ഗിരിത്തടമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന സ്ഥലമാണ് കാൽവരി ക്രൂശ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല. ദൈവത്തിന് വചനം പറയുന്നുണ്ട്, സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഒന്നുമില്ല. ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠ. അതാണ് കർത്താവ് ഇവിടെ ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അതിരുകളില്ലാത്ത സ്നേഹം. ഇല്ല, നിസീമമാം നിൻ സ്നേഹത്തെ നിസീമമാം നിൻ സ്നേഹത്തെ പ്രദർശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനായി. നിസീമമാം തൻ ക്രൂശിനെ പ്രദർശിപ്പിക്കും. അതിൻ്റെ ഇത് വിട്ടുപോയി കേട്ടോ. ക്രൂശ് നിസീമമാ നിസീമമാം നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അധീനനായി. ഹല്ലേലൂയ. നിസീമമാം സ്നേഹം പ്രകാശിപ്പിച്ച ക്രൂശിനെ ഞാൻ ദർശിച്ചപ്പോൾ, ഞാൻ കണ്ടപ്പോൾ, ഞാൻ നിനക്ക് അധീനനായി തീർന്നു. നിനക്ക് അധീനനായി തീർന്നു. അധീനനല്ല, അധീനനായി തീർന്നു. നിനക്ക് ഞാൻ അടിമയായി. ഏറ്റവും വലിയ സ്നേഹം ഈ ലോകത്തിൽ തരുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഒരു പെറ്റ തന്നെ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തമ്മിൽ സ്നേഹിച്ചോണം. എങ്ങനെയുള്ള സ്നേഹം? ദൈവഗീത പ്രകാരം. ആവശ്യമില്ലാത്ത സ്നേഹമല്ല, ഈ ജഡത്തിൻ്റെ സ്നേഹമല്ല. അതിന്ന് പലയിടത്തും നടക്കുന്നുണ്ട്. നമുക്ക് സ്നേഹിക്കാൻ അവസരമുള്ളപ്പോൾ നമ്മൾ ആരെ സ്നേഹിക്കണം? ആദ്യം സ്നേഹിക്കേണ്ട ആരെയാ? ദൈവത്തെ. ഒന്നാം സ്ഥാനം ദൈവത്തിന്. ഒന്നാമതായി അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ സ്നേഹം വിട്ടുകളയുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിട്ടുകളഞ്ഞ് നമ്മൾ ആരെയും സ്നേഹിക്കണ്ട. ദൈവത്തെയാണ് നീ സ്നേഹിക്കുന്നതെങ്കിൽ, നീ ദൈവസ്നേഹത്തിൽ നീ വസിക്കുന്നുവെങ്കിൽ എന്താ നിനക്കാരെ സ്നേഹിക്കാൻ കഴിയും? നിന്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. സംശയമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള നിസീമമായ, സീമയില്ലാത്ത, അതിരുകളില്ലാത്ത സ്നേഹം നൽകിയ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. ഇതൊക്കെ പ്രമാണമാണ്. ഇതൊക്കെ അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ ആ അനുസരണത്തിലേക്ക് നമ്മൾ വരണം. അതിനുവേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണം, തമ്മിൽ സ്നേഹം ഉണ്ടാകണം, ഐക്യതയുണ്ടാകണം, ഒരു മത്സരം ഉണ്ടാകില്ല. മത്സരികൾ എവിടെ വസിക്കുമെന്നാ? മത്സരികൾ എവിടെയാ? എറണാകുളത്ത് വസിക്കുമെന്നാണ്. മത്സരികൾ വാക്യം പറഞ്ഞോ, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്ന്. വരൾച്ചയുള്ളിടത്ത് ഒരിക്കലും എന്തുണ്ടാകുകയില്ല?
ഒരു കുളിർമ ഉണ്ടാകുകയില്ല, ഒരു മുളയുണ്ടാകുകയില്ല. എപ്പോഴും വരണ്ട അവസ്ഥ, എപ്പോഴും വരണ്ട അവസ്ഥ. അതിൻ്റെ കാരണം എന്താ? ഈ വരൾച്ച വരാനുള്ള കാരണം എന്താ? മത്സരം ഉള്ളിലുണ്ട്. മത്സരം ഉള്ളിലുള്ളത് കൊണ്ട് എന്തുണ്ടാകും? വരൾച്ചയുണ്ടാകും. ഒരിക്കലും ഞാൻ പറയാം, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. വെറുതെ നമ്മൾ ഈ ദൈവസ്ഥലിലേക്ക് കടന്നു വന്നിരിക്കുകയല്ല, ആണോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അത് നമ്മുടെ സഭയിൽ നടക്കുന്നതിന് മുമ്പ് എവിടെ നടക്കണം? നമ്മുടെ വീട്ടിൽ നടക്കണം, നമ്മുടെ കുടുംബത്തിലത് വേണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വരണ്ട നിലത്ത് പാർക്കുമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം അത് കർത്താവായ യേശു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. എബ്രയർ 9:11 വായിച്ചേ. എബ്രയർ 9:11. പ്രൈസ് ദി ലോർഡ്. ആ ആ ആ ആ ആ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് പിന്നെ കൈപ്പണിയല്ലാത്തതായി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പണിയപ്പെട്ടതല്ലാത്ത, കൈപ്പണി അല്ലാത്തതായ അല്ലല്ല, കൈപ്പണി അല്ലാത്തതായ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തത് ആ കൂടാരത്തിന്റെ പ്രത്യേകത എന്താ? വലിപ്പവും അതിനേക്കാൾ വലുതൊന്നുമില്ല, വലിപ്പവും തികവുമാണ്, അതിനേക്കാൾ തികഞ്ഞ ഒന്നുമില്ല. നമ്മളെ വീണ്ടെടുക്കാൻ വന്ന വരവായി കാണുന്നത് ആര്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ആ ജഡത്തിലുള്ള വെളിപ്പാടാണ് ഇവിടെ നമ്മൾ കാണിച്ചത്. ക്രിസ്തുവോ എന്താ? വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് പിന്നെ കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളെല്ലാം മണ്ണുകൊണ്ടുള്ളതാ. യേശു മനുഷ്യനാ, ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനാ, പക്ഷെ മണ്ണുകൊണ്ടുള്ളതല്ല, ആണോ? നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവർ, ഞാനോ സ്വർഗീയൻ. സ്വർഗീയമായത് ഇങ്ങോട്ട് വന്നതാ. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് അവൻ വേഷത്തിൽ മനുഷ്യനായി, അല്ലേ? മനുഷ്യ രൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായെന്ന. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, ആമേൻ. വേഷത്തിൽ മനുഷ്യനായി തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപ്പാദം രണ്ടും ഹല്ലേലൂയ, ആമേൻ. വാഴ്ത്തിടുന്നു ഞാൻ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ വാഴ്ത്തിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ രക്ഷകനെ, ഹല്ലേലൂയ. കണ്ടോ? അപ്പോ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി പിന്നെ വലിപ്പം. എന്താ വലിപ്പം? ഒരു ആനയുടെ വലിപ്പം ഉണ്ടോ? യേശു ആനയുടെ വലിപ്പത്തിലാണ് ഇവിടെ വന്നത്. വലിപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ടൊന്നുമില്ല. ആ വലിപ്പം, രക്ഷിക്കാൻ വന്ന വലിപ്പത്തെ കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇതിനേക്കാൾ വലിയൊരു രക്ഷ ഈ ഭൂമിയിൽ ഇല്ല എന്നുമില്ല. ഇത്ര വലിയ രക്ഷ, ഹല്ലേലൂയ. ആ രക്ഷയുടെ ഈ വലിയ വലിപ്പം എന്ന് പറഞ്ഞാൽ വലിയ രക്ഷ അങ്ങനല്ല.
അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ രക്ഷ. ഹല്ലേലൂയ. സ്വർഗീയ സിംഹാസനത്തിൽ വസിച്ച ആത്മാവായ അദൃശ്യനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന് മാനവരാശിക്ക് വേണ്ടി കാൽവരി ക്രൂശിലേക്ക് കടന്നുപോയി രക്ഷ പദ്ധതി ഒരുക്കിയ ആ രക്ഷയേക്കാൾ വലിയ രക്ഷ തരുവാൻ ഇവിടെ ഒരുത്തനും കഴിവില്ല, ഒരു മതത്തിനും കഴിവില്ല, ഒരു പുരോഹിതനും കഴിവില്ല. അതുപോലുള്ള വലിയ രക്ഷയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഇങ്ങനൊന്നും ഇരുന്നാൽ പോരാ, തുള്ളിച്ചാടണം. ഹല്ലേലൂയ. രക്ഷയുടെ മഹത്വം ഓർത്ത് തുള്ളിച്ചാടേണ്ടവരാണ്. വലിപ്പവും തികവ്. എന്താ തികവെന്ന് പറഞ്ഞാൽ? കുറവൊന്നുമില്ലാത്ത ഒരു യാഗം, അല്ലേ? യാതൊരു കുറവുമില്ല. എന്തെങ്കിലും കുറവ് പറയാനുണ്ടോ? ഇല്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഊനം കുറവില്ല. നമ്മളാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ? എൻ്റെ മകന് അവന് പഠിത്തത്തിലൊരു മോശമായിരുന്നു. അവൻ SLC തോറ്റുപോയി. അവനെ വേറെ ITIക്ക് വിട്ടു, അവിടെ അവന് വിജയിച്ചില്ല. വേറൊരിടത്ത് ജോലി പഠിക്കാനാക്കി, അവിടെയും വിജയിച്ചില്ല. അവസാനം വേറൊരിടത്ത് വിട്ടു, അവിടെയും പോയില്ല. എവിടെ പോയിട്ട് ഇവന് ഗുണം വരുന്നില്ല. എന്നാൽ ഇവൻ ആർക്ക് ഇരുന്നോട്ടെ, എന്നാൽ ഇവന് ദൈവത്തിൻ്റെ ഇരുന്നോട്ടെ. ആർക്കും വേണ്ടാത്തതിനെ ആർക്കാ? എന്നാൽ ഇവനെ ദൈവവചനം പറഞ്ഞു, ഊനമുള്ളതിനെ യാഗം അർപ്പിക്കരുതെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ഊനമുള്ള അല്ലെങ്കിൽ കുറവുള്ള ഒരു യാഗമല്ല കാൽവരി ക്രൂശിൽ നടന്നത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മതം കണ്ടുപിടിച്ചിരിക്കുന്ന ഏത് പദ്ധതിക്കും അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. കുറവ് തീർത്ത ഒരു പദ്ധതികളും ഇവിടെ ഒരു മതവും കണ്ടുപിടിച്ചിട്ടില്ല. ഹല്ലേലൂയ. കുറവില്ലാത്ത അല്ലെങ്കിൽ തികവുള്ള ഒരു യാഗമാണ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു നിറവേറ്റിയത്. അതുകൊണ്ടല്ലേ പാട്ട് പാടുന്നത്, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാം ചിന്തു സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ എത്ര മനോഹരമേ. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ, 10,000 ചൊല്ലിടുവാൻ പരില സാധ്യമാ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം. ഹല്ലേലൂയ. ഓ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. ഓ ദൈവമേ നിൻ മഹാസ്നേഹമതിൽ വിധം ആർക്കു ചിന്തിച്ചറിയാം. ഓ ദൈവമേ നിൻ ഹല്ലേലൂയ. എനിക്കാവാതില്ലേ അതിനാഴം വളം നീടാനേത്ര ബഹുലമതോ, എനിക്കാവാതില്ലേ ആഴമളം നീടാൻ എത്ര ബഹുലമതോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ. 1000 ഹല്ലേലൂയ. 10,000 ഹല്ലേലൂയ പരില സാധ്യമാകൂ. ചെയ്യാമേ എത്ര മനോഹരമേ, എന്തതിശയമേ
ദാവീദ് ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ജഡിക സ്നേഹമല്ല. എന്നാൽ ദാവീദിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ രക്ഷയുടെ വലിപ്പം ദാവീദ് മനസ്സിലാക്കി. പഴയ നിയമ ഭക്തന്മാരൊക്കെ ഇത് മനസ്സിലാക്കിയെങ്കിലും അത് പ്രാപിക്കാൻ ഉള്ള ഭാഗ്യം ആർക്കാ ലഭിച്ചത്? നമുക്കാ ലഭിച്ചത്. അവരെല്ലാം ദൂരമേ കണ്ടു, ഈ രക്ഷയെക്കുറിച്ച് അന്വേഷിച്ചു. കാരണം രക്ഷയെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ കാരണം എന്താ? അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. അവർ പഴയ നിയമ പ്രവാചകന്മാരിൽ യേശുവിൻ്റെ ആത്മാവായിരുന്നു. അന്ന് യേശു ഉണ്ടോ? ഇല്ല, ആത്മാവായിട്ടുണ്ട്. ഈ ലോകത്തിൽ ഒരു ജഡം എടുത്ത് വന്നിട്ടില്ല, ജഡം സ്വീകരിച്ച് വന്നിട്ടില്ല, ആത്മാവായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ആത്മാവായിട്ടെന്ന് പറഞ്ഞാൽ ആ യേശുവിലുള്ള ആത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും രണ്ട് വ്യക്തികൾ അല്ല. ഞാനും എൻ്റെ ആത്മാവും രണ്ട് വ്യക്തികൾ അല്ല. യേശുവിൻ്റെ ആത്മാവും രണ്ട് വ്യക്തികൾ അല്ല. ഹല്ലേലൂയ. അപ്പോൾ ആ പഴയ നിയമ പ്രവാചകന്മാരും വിശുദ്ധന്മാരും ഒക്കെ ജീവിച്ചുവെങ്കിലും അവര് രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. എവിടെ വാക്യം? എബ്രായ ലേഖനം വായിച്ചോ. നിങ്ങൾക്കറിയാം, വാക്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. ആമേൻ. അധ്യായം കൂടെ പറഞ്ഞിട്ടൊന്ന് വായിച്ചോണം, ശബ്ദത്തിൽ വായിക്കണം. 11:39 വായിച്ചു. നോക്കണം. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി, ഏറ്റവും നന്മ മുൻകരുതി. ആ നന്മയെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ഏതാ? എബ്രായ ലേഖനം 11:9-11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ ഏതാ? നമുക്ക് വേണ്ടി കരുതി ഒരു നന്മയുണ്ടല്ലോ. വിശുദ്ധന്മാർ ദൂരമേ കണ്ട ആ നന്മ, ആ രക്ഷയുടെ നന്മ, അത് നമ്മുടെ മുമ്പിലാണ് പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. ഈ പഴയ നിയമത്തിൽ നമുക്ക് ഇസ്രായേൽ ജനങ്ങൾ ഒരു 10-12 പേരെ കനാൻ ദേശത്തേക്ക് അയച്ചു. അവിടെയൊക്കെ പാലും തേനും ഒഴുകുന്ന ദേശമാണോ, അവിടെ അതുണ്ടോയെന്ന് അറിയാനായിട്ട് 12 പേരെ അയച്ചു. ഇതിൽ 10 പേര് വന്നിട്ട് എന്ത് പറഞ്ഞു? അവർ കണ്ടത് എന്താ? അനാക്യമല്ലെന്നോ, അവരെക്കാൾ വലിയ 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 പിന്നെ ആരോഗ്യമുള്ള വലിയ വ്യക്തികൾ, തകർത്തു കളയാൻ പര്യാപ്തമായ അവിടെ അനാക്യമല്ലന്മാരുണ്ട്. ഈ 10 പേരോട് ഒന്ന് സഭയോട് പറഞ്ഞു, നമുക്ക് അവിടെ നിന്നും കീഴടക്കാനായിട്ട് പറ്റില്ല, പോകില്ല, സാധിക്കുകയില്ല. അവിടെ അനാക്യമല്ലന്മാരുണ്ട്. സഭ ആകെ ഇളകി, സഭ കലക്കി. അവരുടെ വിശ്വാസ പ്രമേയം അവരെ വിശ്വസിച്ച കാര്യങ്ങൾ അവിടെ ചെന്ന് അവതരിപ്പിച്ചു. സഭ കരഞ്ഞു, ഭയങ്കര കൂട്ടം നിലവിളി. ആ സമയത്ത് 2 പേര് വരുന്നുണ്ട്. ആരാ? യോശുവയും കാലേബും. യോശുവയും കാലേബും കടന്നു വരുന്നു. ഹല്ലേലൂയ. ആ കടന്നു വരുന്നത് എങ്ങനെയാ? ഒരു വലിയ കൊമ്പിൽ മുന്തിരി ഇട്ടതിന് ശേഷം ഒരുവൻ മുൻപിലും ഒരുവൻ പിറകിലും നിന്ന് കൊണ്ടുവരിക, അല്ലേ? മുൻപിലും പുറകിലും നിന്ന് കൊണ്ടുവരുന്ന അവസരത്തിൽ അവരെല്ലാം കലങ്ങി മറിഞ്ഞു നിൽക്കുക. അവരെ ഒരു വിധത്തിലൊന്ന് അമർത്തി അവരുടെ കരച്ചിലും നിലവിളിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമായിട്ട് പറഞ്ഞു, അവിടെ അനാക്യമല്ലന്മാരൊക്കെ ഉണ്ട്. ശരിയാ, ഇവർ കള്ളമല്ല പറഞ്ഞത്, അനാക്യമല്ലന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അവരെക്കാൾ വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്. പിന്നെ നമ്മളെന്തിനാ പേടിക്കട്ടെ? അതാണ് വിശ്വാസം. അവരെക്കാൾ വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്. ഈ അനാക്യമല്ലനെ, നിനക്കെതിരായി പോരാടാൻ പോകുന്ന അനാക്യമല്ലനെ കാണാത്ത ഒരു ദൈവമല്ല നിന്നെ ഇറക്കിക്കൊണ്ടുവന്നത്. അനാക്യമല്ലന്മാരെയും അവരുടെ പദ്ധതികളെയും പൊളിച്ചെഴുതുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ അനാക്യമല്ലന്മാരുണ്ട്, ശരിയാണ്. പക്ഷെ അനാക്യമല്ലന്മാരെക്കാൾ വലിയവൻ നമ്മുടെ പക്ഷത്താവുള്ള ആ ഒരു മതിയല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ മുന്തിരിക്കുല, 2 പേരും മുന്തിരിക്കുല കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുൻപേ പോകുന്നവൻ മുന്തിരിക്കുല കാണുന്നില്ല, ഉണ്ടോ? എങ്കിലും തനിക്കറിയാം പുറകിൽ എന്തുണ്ട്? ഒരു മുന്തിരിക്കുലയുണ്ട്. ഹല്ലേലൂയ. ഈ പുറകെ പോകുന്നവൻ എന്ത് ചെയ്തു? ഈ മുന്തിരിക്കുല കണ്ടാ പോകുന്നത്. അപ്പോൾ മുൻപേ പോയതാരാ?
പഴയ നിയമ വിശുദ്ധന്മാരാ. അവർ ഈ മുന്തിരിക്കൊല കണ്ടില്ല, വരാൻ പോകുന്ന നന്മ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ വിശ്വസിച്ചു. അവർ വിശ്വാസത്താൽ ജീവിച്ച് പുറകിലൊരു മുന്തിരിക്കൊല ഉണ്ട് എന്ന് വിശ്വസിച്ച് അവർ മുൻപോട്ട് കടന്നുപോയി. പുറകെ വന്ന് നമ്മൾ എന്ത് ചെയ്തു? മുന്തിരിക്കൊല കണ്ടു. ഏതായി മുന്തിരിക്കൊല? കർത്താവായ യേശുവാണ്. സാക്ഷാൽ മുന്തിരി. ആ ചക്കിലിട്ട് ആട്ടിയ, കാൽവറി ക്രൂശിന്റെ ചക്കിലിട്ട് ആട്ടിയ ആ മുന്തിരിക്കുല കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ എബ്രായ ലേഖനം പ്രിയ ജോയ്സോരം വായിച്ചത്. എന്താ? അവർക്ക് വിശ്വാസത്താൽ അവർക്ക് സാക്ഷ്യം ലഭിച്ചവരാ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. ഹല്ലേലൂയ. ആ നന്മയാണ് വരുവാനുള്ള നന്മ. മഹാപുരോഹിതൻ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് ഇനി വായിച്ചു എബ്രായർ 9:10. മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറ്റവും ശ്രേഷ്ഠമേറിയതാ, വലിപ്പമേറിയതാ. ഇത്ര വലിയ രക്ഷയാണ്, വലിയ പദ്ധതിയാണ്. ദൈവം ഒരുക്കിയ രക്ഷയെ ഹല്ലേലൂയ നോക്കുമ്പോൾ മതങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയേക്കാൾ വലിപ്പമുള്ള രക്ഷയൊന്നും ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരായല്ലേ, വലിയ ഭാഗ്യവാന്മാരെ. ഈ രക്ഷ കാണാതെ വലിയ വീരവാദം മുഴക്കി നടക്കുന്ന മാന്യന്മാരുണ്ട്. ഈ രക്ഷ നമ്മുടെ പക്കലേക്ക് തന്ന ദൈവമേ നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഈ വലിയ രക്ഷയുടെ പദ്ധതിയാക്കി എന്നെ നിങ്ങളെ വിളിച്ച ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തെ പോലെ ഒരുവനുമില്ല. ഹല്ലേലൂയ. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൽ കരുളാൻ, ഇത്ര മഹത്വമുള്ള ഹല്ലേലൂയ പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. പാത്രത ഏതുമില്ല നിന്റെ കൃപ വന്ദനം യേശുപാര നിനക്കെന്നും വന്ദനം യേശുപാര വന്ദനം വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു തിരുനാമത്തിനാദരവായി നിന്റുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിൻഗ്ലോറി നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സാദേതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്ദനം യേശുപാര നിനക്കെന്നും വന്ദനം യേശുപാര വന്ദനം വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൽ നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഹല്ലേലൂയ സുരലോകെ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഈഹത്തിൽ
മറ്റാരുമില്ലാശ്രയിപ്പാൻ പരേനേ. നീ ഒഴികെ ഈകത്തിൽ മറ്റാരുമില്ലാശ്രയിപ്പാൻ പരേനേ. വന്ദനം യേശു. ഗ്ലോറി. നിനക്കെന്നും വന്ദനം യേശുപാരാ. വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിലാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാതിനാൽ ഇന്നു നിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തന്നാ നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം. ഗ്ലോറി. ഓ തന്നാ വന്ദനം യേശുപാരാ. നിനക്കെന്നും വന്ദനം യേശുപാരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിൽ ആദരവായി. വന്ദനം ചെയ്യുന്നു തൻ്റെ ഭക്തന്മാര് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം എവിടെ ഉണ്ടാകണം? നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. എന്നിട്ടത് ആദ്യം പ്രകടമാകേണ്ടത് എവിടെയാ? ഭവനത്തിൽ ആദ്യം. ഒരു വ്യക്തി ശരിയായാൽ ആ വ്യക്തിയുടെ ഭവനം ശരിയാകും. ആ വ്യക്തിയുടെ ഭവനം ശരിയായാൽ സഭ ശരിയാകും. സഭ ശരിയായാൽ ദേശം ശരിയാകും. ദേശം ശരിയായാൽ രാജ്യം ശരിയാകും. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലേ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. പാപങ്ങളേതാ? ഈ അഹങ്കാരവും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും. ദൈവമക്കൾക്കുള്ള എന്താ പാവം? ഏതാ? വലിയ പാവമൊന്നും ചെയ്യുന്നില്ല അല്ലേ? മദ്യപിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, മാർഗത്തിനൊന്നും പോകുന്നില്ല. പക്ഷേ ഏതാ പാവം കിടക്കുന്നത്? അതിനേക്കാൾ വലിയ ക്രൂരമായിട്ടുള്ള പാവമാണ് മനസ്സിൽ കിടക്കുന്നത്. ഇത് മാറണം. മാറിയേ പറ്റൂ. ഈ മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പദ്ധതിയുണ്ട്. ആദ്യം ഒന്ന് വളച്ചു നോക്കും. ഏതാ? അനുസരിക്കുമോ എന്നൊന്ന് വളച്ചു നോക്കും. വളച്ചു നോക്കിയിട്ട് വളഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒടിച്ചു കളയും. അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം യഥാർത്ഥ മാനസാന്തരം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കുടുംബത്തിൽ എനിക്ക് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ സ്നേഹം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു വലിയ ദുരന്തമാണ്, വലിയ അപകടമാണ്. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ടെന്നേ. ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. കണ്ടിട്ടുള്ള, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. സമയം നീണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് അനുസരിക്കുന്നത് ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞാൽ മതി. അനുസരിക്കുന്നത് യാഗത്തെക്കാളും. ബാക്കി നിങ്ങൾ പറഞ്ഞോണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങ് പ്രസംഗിക്കാവുന്നേ അല്ലേ? ഒന്നിച്ച് ചിന്തിക്കാം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവസന്നിധി വന്നിട്ട് അലക്ഷ്യമായിട്ടിരിക്കരുത്. ഇതെന്നോടുള്ളതല്ല, എനിക്കിതിനകത്തൊന്നും ബന്ധമില്ല എന്നുള്ള അലക്ഷ്യമായിട്ടിരിക്കാൻ പാടില്ല. അനുസരിക്കുന്ന യാഗത്തേക്കാൾ. അത് പിന്നെ ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം. അത് ഒന്ന് ജോയ്സോര ഒന്ന് എടുത്തേ. 15-ാം അധ്യായമാണെന്ന് തോന്നുന്നു അല്ലേ?
Praise the Lord. ദൈവവചനം എന്തോ 22 യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം കാണിക്കാന്ന് വെച്ചു. മത്സരിക്കുക, മത്സരം മാറ്റാൻ മനോമില്ലെങ്കിൽ നീ വിഗ്രഹാരാധിക. വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മത്സരിക്കരുത്. നമ്മുടെ സഭയ്ക്ക് വേണ്ട കേട്ടോ. നമ്മുടെ കുടുംബജീവിതത്തിലൊന്നും ഈ മത്സരത്തിന്റെ മനോഭാവം വേണ്ട, ആർക്കും വേണ്ട. മാറ്റിക്കളഞ്ഞോണം. ആരില്ലെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോണം. ഇവിടെ വെച്ച് അത് ഉപേക്ഷിച്ചോണം. ഹല്ലേലൂയ. ഈ മത്സരം വെച്ച് ദൈവസഭയിലേക്ക് കടന്നു വന്ന് നമ്മളിവിടെ സ്വോത്രകാഴ്ച ഇടുന്നുണ്ട് അല്ലേ? സാക്ഷ്യം പറയുന്നില്ല, അധികം പേര് പറയുന്നില്ല, എങ്കിലും പാട്ട് പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. മത്സരം വെച്ചാണെങ്കിൽ അത് വലിയ എല്ലാ ശാപമായിട്ട് നമ്മളിലേക്ക് വരും. ശാപമാണ്. നമ്മൾ ഓരോ ആഴ്ചകളിൽ ആരാധന കൂട്ടിയിട്ട് ശാപം വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അവസാനം നിനക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു വലിയ ഭാരം നിന്റെ പേർ വരും. അന്ന് നിന്നെ ആർക്കും സഹായിക്കാൻ കഴിയാതെ വരും. വസ്തുതയാകട്ടോ. നീ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് കടന്നു വരണം. നമുക്കാരെ ശപിക്കാൻ പറ്റുകയില്ല, പറ്റുമോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രമാണം വ്യക്തമായിട്ട് പറയണം. കുടുംബജീവിതത്തിൽ ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ കുടുംബജീവിതത്തിലെ അനുഗ്രഹം വെളിപ്പെട്ട് കഴിഞ്ഞാൽ സഭാജീവിതത്തിൽ അത് വെളിപ്പെടും. അനേക ജീവിതങ്ങളിലൂടെ വിടുതൽ പ്രാപിക്കും. അത് ദേശത്തിൻ്റെ അനുഗ്രഹമാണ്, അത് രാജ്യത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ കള്ളക്കച്ചവടത്തിന് പോകുന്നുണ്ടോ? അവന് കള്ളക്കച്ചവടമില്ല. പിന്നെ വനം കൊള്ളയ്ക്ക് പോകുന്നില്ല, പോവോ? ഇല്ല. അവൻ ബസ്സിന് കല്ലെറിയാൻ പോവോ? സമരത്തിന് പോവോ? ഇല്ല. അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവനാണ് യഥാർത്ഥ ദൈവവൈതലാണ്, യഥാർത്ഥ പൗരൻ. ഏതൊരു രാജ്യത്തിൻ്റെയും യഥാർത്ഥ പൗരനായിട്ട് ജീവിക്കണമെങ്കിൽ എന്താകണം? യഥാർത്ഥ ക്രിസ്ത്യാനിയാകണം. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് യഥാർത്ഥ പൗരനാകാൻ സാധിക്കുള്ളൂ. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് യഥാർത്ഥ പൗരനായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അവൻ വനംകൊള്ളയ്ക്ക് പോവുകയില്ല, അവൻ കലകം ഉണ്ടാക്കാത്തവനാ, അവന് യാതൊരു വിധത്തിലും അവൻ എന്ത് ചെയ്യില്ല, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ സകലരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ അതിന് മടി കാണിക്കരുതെന്നാ, അല്ലേ? ഉത്സാഹിക്കണമെന്നാ. അങ്ങനെയുള്ളവരെ ദൈവം കൈവിടില്ല കേട്ടോ. തീരുമാനമെടുത്ത് തന്നെ ഇന്ന് പകൽക്കാലം കടന്നു പോക്കണം. തീരുമാനമെടുത്ത് ഇന്ന് പകൽക്കാലം കടന്നു പോക്കണം. ദൈവത്തോട് കണക്ക് പറയേണ്ടതാണ് എല്ലാവരും. ദൈവമാണ് നമുക്ക് ആയുസ് തരുന്നത്. ദൈവമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആയുസ് തരുന്നത്. ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുസ് തരുന്നത്. നാം ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ്. അവൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിനക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹസ്കേൽ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു. അവൻ നിന്നോട് കാര്യം തീർക്കുന്ന ആളിൽ, എന്നോടും നിങ്ങളോടും കാര്യം തീർക്കുന്ന, എന്തിന്റെ കാര്യം തീർക്കുന്ന? എന്തിന്റെ കാര്യം തീർക്കുന്ന? അല്ല, എന്തിന്റെ കാര്യം? എന്തിന്റെയൊക്കെ കാര്യം തീർക്കും? ആ ലോകജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, അതുപോലെ ഭാര്യ-ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ നീ യഥാർത്ഥമായിട്ട് ദൈവവചനത്തെ അനുസരിച്ചാണ് മുൻപോട്ട് പോയത്. നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഹല്ലേലൂയ. രണ്ട് പക്ഷമില്ല. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ആളിൽ നിനക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിന്റെ പ്രവൃത്തി അവിടെ ബലമായിരിക്കുമോ? നിന്റെ പ്രവൃത്തി നന്നായിട്ട് പ്രവർത്തിച്ചു എന്ന് കാണിക്കാൻ പറ്റുമോ? അതോ നീ തളർന്നു പോകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധാലുക്കളായിട്ട്, വളരെ സൂക്ഷ്മതയോടെ വേണം മുൻപോട്ട് പോകാൻ. തീരുമാനമെടുത്തോണം. ഇവിടുന്ന് തീരുമാനമെടുത്തോണം. എല്ലാവരും ഇവിടുന്ന് തീരുമാനമെടുത്ത് തന്നെ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കാരണം ഇന്ന് മാത്രമേ നമുക്കുള്ള ദിവസമുള്ളൂ, അടുത്ത നിമിഷം നമ്മുടെ ദിവസം അല്ല. ഹല്ലേലൂയ. നാളെ നമുക്കുള്ളതല്ല, ആണോ? നാളെ ഞങ്ങളങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ നോക്കരുത്. ഇന്ന് തന്നെ മനസ്സിൽ തീരുമാനമെടുത്തു, കർത്താവേ, ഞാൻ ഇന്നു മുതൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് മാന്യമായി ഇടപെടും, മാന്യമായി സംസാരിക്കും. മാന്യമായ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ, ഈ ബൈബിൾ എടുക്കുവാൻ യോഗ്യത ഉള്ള നിലയിൽ ഞാൻ ഇന്നു മുതൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ദൈവം അവിടെ വലിയ അനുഗ്രഹം ചൊരിയും. ഹല്ലേലൂയ. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നതു നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നതു നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും. ഹല്ലേലൂയ. കാലത്തികവിൽ കാന്തൻ വരും. നാളെ എന്നത് നമുക്കുള്ളതല്ല, കാലമേറെ ചൊല്ലാനുമില്ല. നമ്മുടെ ആയുസ് നമ്മുടെ കരങ്ങളിലല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ആയുസ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയുസ് എല്ലാം ഇരിക്കുന്ന സ്വർഗീയ ഭണ്ഡാരത്തിലാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലാ. ദൈവത്തിന്റെ കരങ്ങളിൽ ആയുസ് വെച്ചുകൊണ്ട് നീ ദൈവത്തോട് മത്സരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ തരുന്ന സ്തോത്ര കാഴ്ചയൊക്കെ കൊണ്ടുപോയി കഴിച്ചതിന് ശേഷം എല്ലാത്തിനും സാരമില്ല എന്ന് പറഞ്ഞ് പോയാലേ ആരടി കൊള്ളും? ഞാൻ നിങ്ങൾ തരുന്ന സ്തോത്ര കാഴ്ച ഞാൻ ഒരു 10 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ആര് കണക്ക് പറയണം? ഞാൻ കണക്ക് പറഞ്ഞേ പറ്റൂ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും അത് മേടിച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾ കണക്ക് പറയണം. എല്ലാത്തിനും സാരമില്ല എന്ന് പറഞ്ഞുള്ള പരിപാടിയില്ല. ഹല്ലേലൂയ. എല്ലാം സാരമുള്ളതാ. ദൈവസന്നിധിയിൽ നിസ്സാരമായി തള്ളിക്കളയുന്നതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ സാരമുള്ളതാ. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. നമ്മൾ പ്രസംഗിച്ച് വന്ന വിഷയവുമായിട്ട് അല്പം വിട്ടുപോയി, എന്നാൽ അതൊക്കെ ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. നമുക്ക് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം തരുന്നത്. ഹല്ലേലൂയ. നാം ദൈവസന്നിധി തീരുമാനമെടുക്കണം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ തീരുമാനം എടുത്തുകൊണ്ടേ ഇവിടെയുള്ള ദൈവമക്കളെല്ലാം പോകാവൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സങ്കീർത്തനായ ദാവീദ് അങ്ങനെ തീരുമാനമെടുത്തു, അല്ലേ? ഹല്ലേലൂയ. അവൻ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം തീരുമാനമെടുത്തു. ഹല്ലേലൂയ. തൻ്റെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, സമൂഹ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള തീരുമാനം, ഉറച്ച തീരുമാനമെടുത്താണ് സങ്കീർത്തനക്കാരൻ മുൻപോട്ട് പോയത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ദാവീദ് ചെന്നിടത്തൊക്കെയും അവന് വിജയമുണ്ടായി. ശത്രുവിന് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതല്ലേ നമ്മൾ വായിച്ചത്? ഒന്ന് വായിച്ചേ, ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സമയം അല്പം മുൻപോട്ട് പോകുന്നു എന്നുള്ളത് സാരമില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നു. ദാവീദ് അപ്പോൾ തീരുമാനമെടുത്തു. അതിനുശേഷമായിട്ട് നമുക്ക് അതിൻ്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ മതി. അവൻ ഉത്തരം അറിയതുമില്ല. നമ്മൾ 18 സങ്കീർത്തനം 18-ന്റെ 40. ഹല്ലേലൂയ. നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. വലിയ ദുഃഖമായില്ലേ? നിലവിളി കേൾക്കാൻ ആരുമില്ല, നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആരുമില്ല, നമ്മളെ വിടുവിക്കാൻ ആരുമില്ലാത്ത അതോ ഭയങ്കര ദുർഗതിയാണ്. പിന്നെ യഹോവയോട് പ്രാർത്ഥിച്ചു നോക്കി, പക്ഷേ യഹോവയും ആ സമയത്ത് കൈവിട്ടു, അല്ലേ? കൈവിട്ടു. യഹോവ ഉത്തരം പറഞ്ഞില്ല. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം കേട്ടോ. ദൈവം കൈവിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ പറയുന്നത് ശത്രുക്കളെ, ദൈവമക്കളെ സംബന്ധിച്ച് പറയാം, ദൈവമക്കളുടെ ശത്രുക്കളെ പുറം കാട്ടുമാറാക്കും. എന്താ ഈ പുറം കാട്ടുമാറാക്കും എന്ന് പറഞ്ഞാൽ?
പിന്തിരിഞ്ഞോടുമെന്ന് അതിൻ്റെ അർത്ഥം. ശത്രു പിന്തിരിഞ്ഞോടും, ശത്രുവിന്റെ പുറം കാണും. ഇങ്ങോട്ട് ധൈര്യത്തോടെ നെഞ്ചു വിരിച്ചു വന്ന പാർട്ടി ഇപ്പൊ നെഞ്ചു വിരിക്കാനൊന്നുമില്ല, ഉണ്ടോ? അവൻ ഓടുകയാണ്. ഒരു വഴിയായിട്ട് കടന്നു വരും, 7 വഴിയായി അവന്റെ പുറം കാട്ടുമാറാക്കും. ദൈവമക്കൾ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചാൽ, ദാവീദ് ഇവിടെ സങ്കീർത്തനം നമ്മൾ വീട്ടിൽ ചെന്ന് വായിച്ചോണം കേട്ടോ. അവിടെ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളി. യഹോവയോട് നിലവിളിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്? കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അങ്ങനെ അനുസരിച്ചാൽ നിന്റെ ശത്രു, നിനക്കെതിരായി വരുന്ന പോരാട്ടം, നിനക്കെതിരായി വരുന്ന വെല്ലുവിളികൾ, അത് പുറംതിരിഞ്ഞോടത്തക്ക വിധത്തിൽ ദൈവം നിന്നെ നേരെ നിർത്തുന്ന ഒരു ദൈവമാണെന്ന് സങ്കീർത്തനക്കാരൻ അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞതാണ്. ഹല്ലേലൂയ. എനിക്കൊത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ധാരാളം അനുഭവങ്ങൾ, പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ശത്രുവിൻ്റെ വലിയ ഭീഷണിയുടെയും മുൻപിൽ. ഇവിടെ ദാവീദിനെതിരെ വന്നിരിക്കുന്ന ശത്രു നിസ്സാരനൊന്നുമല്ല. ആരാ? ഒരു രാജാവാ. രാജാവ് വന്ന് വലിയ സന്നാഹമായിട്ട് പ്രവാഹം പോലെ, അല്ലേ, ഒരു വലിയ ജലപ്രളയം പോലെയാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. താൻ ഗുഹയിലൊക്കെ പോയി ഒളിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ എല്ലാം ഗുഹയിൽ ഒളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ താൻ വെറുതെ ഇരിക്കുകയല്ല, താൻ യഹോവയോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു എന്ന് അവിടെ വായിക്കുന്നത്. അതുകൊണ്ടാണ് താൻ പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കിടക്കും. 18ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളിൽ നമുക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. എല്ലാ വിധത്തിലുള്ള വിടുതലൊക്കെ തരാൻ കർത്താവ് ശക്തനുമാണ്. ദൈവം നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയല്ല വിളിച്ചത്. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈശോധന, നിന്നെ നല്ല പൊന്നാക്കു അല്ലയോ. ഹല്ലേലൂയ. ഞാനെന്നും നിന്റേതല്ലേ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവത്തിൻ്റെ ദൂത് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾ കേട്ടു. അനുസരിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, അനുസരിച്ചില്ലെങ്കിലോ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കാരണമായി തീരും, വാളിനിരയായി തീരുമെന്ന് തീരുമാനമെടുത്തോണം. പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കോണം, പഴയ സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കോണം. മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നത്. നീ അനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് വലിയ വേദനയായി തീരും. കർത്താവേ, എല്ലാവരുടെയും ഹൃദയം കൊണ്ട് ഇടപെടണം, അടിയനോട് ഇടപെടണം. അടിയനും ദൈവത്തിന് മാതൃകയില്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ അങ്ങ് ഇടയാക്കരുത്. അടിയിലേക്കും കർത്താവിൻ്റെ വലിയ ദൂത് നൽകണം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്ത് എല്ലാവരും കടന്നു പോകുവാൻ കർത്താവെ ഇടയാക്കാവൂ. സ്വർഗം അവിടുന്ന് ഇടപെടണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു തീരുമാനത്തോടെ നിന്ന് ജനം കടന്നു പോകുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ കൃപ ചെയ്യണം. അല്ലെങ്കിൽ ഈ അടികൾക്കെല്ലാം ദൈവരാജ്യത്തിൽ പോകണം. കർത്താവേ, അങ്ങോട്ട് രാജ്യം അടികൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അടികളെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അടികൾക്ക് പൂർണ്ണമായിട്ട് അറിയാം. കർത്താവേ, അടികളെ സ്വന്തം പുകഴ്ച കൊണ്ടോ നീതീകരണം കൊണ്ടോ അടിയങ്ങളുടെ ന്യായീകരണം കൊണ്ടോ അടികൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. കർത്താവേ,
അടികളെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ, അടികളെ ഒന്ന് കഴുകണമേ, അടികളെ ഒന്ന് വെടിപ്പാക്കണമേ, സഭയെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഈ സഭയിലുള്ള എല്ലാ മക്കളെയും, മാതാപിതാക്കളെയും, ഭാര്യ ഭർത്താക്കന്മാരെയും, പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഒന്ന് ശുദ്ധീകരിക്കണമേ. എല്ലാവരുടെ മേലെ ശുദ്ധീകരണത്തിന്റെ ആത്മാവുണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടുന്ന് പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. കഠിന ഹൃദയത്തോടെ ഇവിടെ ആരും ഇരിക്കുവാൻ ഇടയാകരുത് സ്വർഗ്ഗീയ പിതാവേ. എല്ലാ ഹൃദയങ്ങളെയും മെഴുകുപോലെ ഉരുക്കണമേ കർത്താവേ. ദൈവരങ്ങളിലേക്ക് സഭയിൽ നിന്നുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അങ്ങ് വിടുവിക്കണമേ, അങ്ങ് വിടുവിക്കണമേ. കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി ഹല്ലേലൂയ ഉരുകിയ ഹൃദയമാക്കി. കർത്താവെ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, തകർന്നു നുറുങ്ങി ഇരിക്കുന്ന ഹൃദയത്തെ അങ്ങ് നിരസിക്കുന്നില്ലല്ലോ. ഒരു തകർച്ചയുടെ ഹൃദയം നൽകണമേ, ഒന്ന് ഉടച്ചു വാർക്കണമേ. സ്വർഗത്തിലെ പിതാവേ, അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. അടിയങ്ങൾക്കെല്ലാം മാനസാന്തരം നൽകണമേ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, സഹായിക്കണമേ, അടിയങ്ങളെ സഹായിക്കണമേ കർത്താവേ. കഠിന ഹൃദയത്തെ മാറ്റണമേ, മത്സര മനോഭാവത്തെ മാറ്റണമേ, വാശിയും വൈരാഗ്യവും മാറ്റണമേ, അസൂയയെ മാറ്റണമേ, നിഗള ഹൃദയത്തെ മാറ്റണമേ, അഹങ്കാര ഹൃദയത്തെ മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങൾ ആയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിഗളവും അഹങ്കാരവും മത്സരവുമുള്ള ഒരു വ്യക്തി പോലും ഉണ്ടാകാൻ ഇടയാകാതെ ഇന്ന് പകൽക്കാലം അത് വിരാമം ഇടുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കണം. അടിയങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ നല്ല മാതൃകയോടെ വളർന്നു വരുവാൻ, മാതാപിതാക്കളെ അനുസരിക്കുവാൻ, അവർ വളർന്നു വരുമ്പോൾ അവരും മത്സരികളായി തീരാതെ അവർ നല്ല സ്നേഹമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ നിന്റെ മക്കളെ അവർ ഇടയാക്കണം. എല്ലാ നന്മകളാൽ നിറച്ചുകൊള്ളും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.